പ്രിയ പ്രേക്ഷകർക്കും നമസ്കാരം. ആനന്ദ നിമിഷങ്ങളുടെ ആസ്വാദ്യത പകരുവാൻ ആയുസ് കൂട്ടുന്ന ചിരി മരുന്നുകളുമായി ഫൺസ് അപ്പോൺ എ ടൈമിന്റെ ഒരു പുതുമയാർന്ന എപ്പിസോഡ് എത്തിയിരിക്കുന്നു. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഫൺസ് അപ്പോൺ എ ടൈമിലേക്ക് ഹാർദവമായ സ്വാഗതം. Let's welcome the comedy king, Ramesh Pishardi. The ever youthful dashing hero, Chakuchan. Once upon a time in the വേദിയിൽ വീണ്ടും എത്തുന്നു സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ജോസ് ഫ്രം തൃശൂർ. Once again, welcome back, Juice. Thank you. ചാക്കോച്ച, അദ്ദേഹം രണ്ടാമത്തെ തവണയാണ് നമ്മുടെ ഫ്ലോറിൽ എത്തുന്നത്. ആദ്യത്തെ പ്രാവശ്യം അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. അതിൻ്റെ രണ്ടാം ഭാഗം കൊണ്ട് എത്തിയിരിക്കുകയാണ്. ഈ പുള്ളി തൃശ്ശൂർ എന്ന് പറയുമ്പോൾ തൃശ്ശൂർക്കാരുടെ ആ ഒരു പറച്ചിലിൻ്റെ ശൈലിയിൽ തന്നെ ഒരു ഹാസ്യമുണ്ട്. അപ്പോൾ അതൊരു പ്ലസ് ആണ്. പൊതുവെ തൃശ്ശൂർക്കാർക്ക് കിട്ടുന്ന ഒരു പോസിറ്റിവിറ്റിയാണത്. എന്തായാലും കലക്കു, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. വെൽക്കം ടു ദ ഷോ. ഫൺസ് അപ്പോൺ എ ടൈം എന്ന ഈ ഷോയിലേക്ക് നിങ്ങളെ ഞാൻ വീണ്ടും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ചിരിക്കാൻ കഴിയുന്നവർ ഭാഗ്യവന്മാരെന്നാണ് പറയാറ്. നിങ്ങളെപ്പോലെ ഒരാളെങ്കിലും ചിരിപ്പിക്കാൻ കഴിയുന്നവൻ ദൈവത്തിന് സമ്മതമാണ്, എന്നെപ്പോലെ. അപ്പോൾ ദൈവം കഥ പറഞ്ഞു തുടങ്ങാണ്. പിന്നെ സ്റ്റിൽ ഐ റിമെമ്പറിങ് സിംഗിളാണ് കേട്ടോ. സൂര്യനാഴിയിൽ താഴ്ന്നിറങ്ങി, ഭൂമിയെങ്ങും അന്ധകാരം നിറഞ്ഞു. രാത്രിയുടെ യാമങ്ങൾ വന്നു തുടങ്ങി. ഡിസ്ലൈക്ക് ബട്ടണുകൾ ഞെരിഞ്ഞമർന്നു. എയറിലെങ്ങും ജോസുട്ടൻ ജോസുട്ടൻ എന്നുള്ള വിളിയായിരുന്നു. സോഷ്യൽ മീഡിയ മൊത്തം ജോസുട്ടനെ എയറിൽ കയറ്റി. AJ ജോസുട്ടൻ സിൻസ് 1998 ചാപ്റ്റർ 2 ഓൺ എയർ ബിക്കോസ് ദാറ്റ് ഇസ് ദ പ്രതിഭാസം. നമുക്ക് ജോസുട്ടൻ്റെ സോഷ്യൽ മീഡിയ വിശേഷങ്ങളിലേക്ക് പോകുന്നത് നമുക്ക് ജോസുട്ടൻ്റെ അമ്മയെ പരിചയപ്പെടേണ്ടതായിട്ടുണ്ട്. തങ്കക്കുടമാണ് ജോസുട്ടൻ്റെ അമ്മ എന്ന് പറയുന്നത്. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂത്തിങ്കളാകുന്നു ഭാര്യ. അതാണ് ജോസുട്ടൻ്റെ അപ്പന് ജോസുട്ടൻ്റെ അമ്മ എന്ന് പറയുന്നത്. ഐ ലവ് യു ഐ ലവ് യു ഐ ലവ് യു മമ്മി. അതാണ് ജോസുട്ടൻ്റെ അമ്മ എന്ന് പറയുന്നത്. പക്ഷെ ഇവർക്ക് രണ്ടുപേർക്ക് ഞാനെന്ന് പറയുന്നത് ജനിച്ചത് ആർക്കു വേണ്ടി അറിയില്ലല്ലോ, ജീവിക്കുന്നത് ആർക്കു വേണ്ടി. പക്ഷെ എൻ്റെ സോങ് എന്ന് പറയുന്നത് എന്നെ തല്ലണ്ടമാവാ ഞാൻ നന്നാവൂല, ബിക്കോസ് ദാറ്റ് ഈസ് ദ പ്രതിഭാസം. ഞാനും എൻ്റെ അപ്പനും തമ്മിലുള്ള ശീതകാല യുദ്ധത്തിനിടെ സമാധാന കരാറുമായിട്ട് വരുന്ന ഒരു സ്നേഹദൂതാണ് എൻ്റെ അമ്മ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഈ ട്രിപ്പ് പോകാനും സിനിമയ്ക്ക് പോകാനും പിന്നെ കോസ്റ്റ്യൂമിട്ട് ചുള്ളനായിട്ട് തന്നെ പോലൊക്കെ നിൽക്കാനൊക്കെ നമുക്ക് പൈസ വേണമല്ലോ. ആ പൈസ അപ്പൻ്റെ നിസ്കി തന്നിരുന്നത് എൻ്റെ അമ്മ വഴിയായിരുന്നു. ബിക്കോസ് പ്രപഞ്ചത്തിൽ അമ്മയേക്കാൾ വലിയ പോരാളി മറ്റാരുമില്ല. തന്നാനിന്നാനോ ഒരാളി കഴിഞ്ഞ ആഴ്ച ചിരകൊണ്ടൊന്നും എൻ്റെ പല്ലിൻ്റെ ആയിട്ട് എപ്പോഴും തീർന്നിട്ടില്ല. വൈൽ ദാറ്റ് ടൈം മമ്മി വാസ് ദ റിയൽ വാരിയർ ബിക്കോസ് ദാറ്റ് ഈസ് ദ പ്രതിഭാസം. നമുക്ക് ജോസൂട്ടൻ്റെ സോഷ്യൽ മീഡിയ വിശേഷങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ജോസൂട്ടന് യൂട്യൂബ് ഭയങ്കരമായിട്ട് വിരസമായി തുടങ്ങി. കാരണം ജോസൂട്ടന് ഡിസ്ലൈക്കിൻ്റെ ആറാട്ടായിരുന്നു. നമ്മുടെ ലാലേൻ്റെ ആറാട്ടല്ല, ഡിസ്ലൈക്കിൻ്റെ ആറാട്ടായിരുന്നു. പക്ഷേ ജോസൂട്ടിന് കുറച്ച് ലൈക്സൊക്കെ കിട്ടി തുടങ്ങി. അപ്പോൾ ജോസൂട്ടിന് ഭയങ്കര ക്യൂരിയോസിറ്റി, ഈ ലൈക്സ് എങ്ങനെ എൻ്റെ വീഡിയോ കിട്ടുന്നതെന്ന്. അങ്ങനെ ജോസൂട്ടൻ തല കുത്തി മറിഞ്ഞിട്ട് അത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ജോസൂട്ട് ഒരു കാര്യം ചെയ്തു, ഇത് കണ്ടുപിടിക്കണം എന്നുള്ള വാശിയോട് നാസയ്ക്ക് ഒരു അപേക്ഷ കൊടുക്കുകയാണ്. ഇതിനെ കണ്ടുപിടിക്കുന്നുണ്ട്. നാസ ഗവേഷണമൊക്കെ നടത്തി തലകുത്തി മറിഞ്ഞിട്ട് നാസ അവസാനം ഉത്തരം കണ്ടെത്തി. വവ്വാൽ കൂട്ടങ്ങളാണത്രേ ജോസൂട്ടിൻ്റെ വീഡിയോക്ക് ലൈക്ക് അടിച്ചിരുന്നത്. പക്ഷേ അതും ഡിസ്ലൈക്കാണ് അടിച്ചിരുന്നത്. ഈ തലകുത്തിന്ന് വീഡിയോ കാണുന്നതുകൊണ്ട് ഡിസ്ലൈക്ക് അടിക്കുന്നത് മൊത്തം ജോസൂട്ടിന് ലൈക്കായി മാറിയായിരുന്നു. ബിക്കോസ് ദാറ്റ് ഈസ് ദ പ്രതിഭാസം. അങ്ങനെ യൂട്യൂബൊക്കെ മടുത്ത ജോസൂട്ടൻ കളറിൻ്റെയും ഷെയറിൻ്റെയും ചാറ്റിൻ്റെയും ഫോളോവിൻ്റെ അൺഫോളോവിൻ്റെയും പ്രത്യേകിച്ച് റീൽസിൻ്റെ സാമ്രാജ്യമായ ഇൻസ്റ്റാഗ്രാമിലേക്ക് പറന്ന് ചേക്കേറി. ജോസൂട്ടൻ്റെ അവിടുത്തെ പ്രധാനപ്പെട്ട വീഡിയോ എന്ന് പറഞ്ഞാൽ സ്ത്രീ സംരക്ഷണമായിരുന്നു. ഈ പെൺകുട്ടികൾക്ക് വേണ്ടി സംരക്ഷിക്കണം അങ്ങനത്തെ കുറേ വീഡിയോകളായിരുന്നു. അങ്ങനെ ഒരു ഓൺലൈൻ ആംഗിളായിട്ട് ജോസൂട്ടൻ ഇൻസ്റ്റാഗ്രാമിൽ വിലസണ ഒരു കാലം. അങ്ങനെ ജോസൂട്ടൻ്റെ ഒരു വീഡിയോ കയറി അങ്ങ് വൈറലായി. ആ വീഡിയോ വാസിലേക്ക് ഇങ്ങനെയായിരുന്നു: ആൺകുട്ടികൾ ജീവിതത്തിൽ 3 വട്ടം മാത്രമേ കരയാൻ പാടുള്ളൂ. 1, അവൻ കാരണം അവൻ്റെ അപ്പനും അമ്മയും കരയുന്നത് കാണുമ്പോൾ. 2, അവൻ്റെ പെങ്ങളുടെ കല്യാണം കഴിഞ്ഞു പോകുമ്പോൾ. 3, അവൻ്റെ കാമുകി അവനെ വിട്ടുപോകുമ്പോൾ. ഈ 3 കാര്യങ്ങളിൽ മാത്രമേ ഒരു ആൺകുട്ടി കരയാൻ പാടുള്ളൂ. ഈ വീഡിയോ അങ്ങ് അപ്ലോഡ് ചെയ്ത് എയറിലേക്ക് കയറ്റി എയറിലേക്ക് കയറാൻ വേണ്ടി ജോസുട്ടൻ റെഡി ആയിട്ട് റൂമിൻ്റെ വാതിൽ തുറന്ന് പുറത്തിറങ്ങിയപ്പോൾ നീ എൻ്റെ പോക്കറ്റിൽ നിന്ന് പൈസ അടിച്ചു മാറ്റില്ലെന്ന് പറഞ്ഞ അപ്പൻ്റെ 200-250 കിൻഡിൽ വരണ കൈ കൊണ്ട് ജോസുട്ടൻ്റെ പുറത്ത് ഇടി വെട്ടി ജോസുട്ടൻ്റെ നടും പുറം മിന്നൽ പോയിട്ടും
ജോസൂട്ടൻ്റെ കൺകാർമ്മകത്തുനിന്ന് ഒരു മഴത്തുള്ളി പോലും വീണില്ല. കാരണം ആൺകുട്ടികൾ 3 കാര്യത്തിൽ മാത്രമേ കരയാൻ പാടുള്ളൂ. അങ്ങനെ ജോസൂട്ടൻ ആ ദേഷ്യവും വിഷമൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിൽ ചെന്നപ്പോൾ നമ്മുടെ പോരാളി തേങ്ങ ചിരവിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ ദേഷ്യം സങ്കടവും ജോസൂട്ടൻ പോരാളി തീർത്തപ്പോൾ പോരാളി കയ്യിലിരുന്ന ചിരവ് കൊണ്ട് ഒറ്റ വീശലാ. പോരാളിയുടെ ഓഗ്യ കൊടുങ്കാറ്റിൽ ആടിത്തെറിച്ച് ജോസൂട്ടൻ 2 ഊഞ്ഞാൽപ്പല്ലുകളായിരുന്നു. ബിക്കോസ് ദാറ്റ് ഈസ് ദ പ്രതിഭാസം. അങ്ങനെ ജോസൂട്ടൻ ആ വീഡിയോ വൈറലായല്ലോ. അങ്ങനെ ജോസൂട്ടൻ വൈകുന്നേരം ക്രിക്കറ്റ് കളിക്കാൻ പോയി. ക്രിക്കറ്റ് കളിക്കാൻ പോയിട്ട് 100-110 വന്ന ബോള് ജോസൂട്ടൻ്റെ മിഡിൽ സ്റ്റമ്പ് തെറിപ്പിച്ചപ്പോഴും ബാക്കിലല്ല ജോസൂട്ടൻ മിഡിൽ സ്റ്റമ്പ് തെറിപ്പിച്ചപ്പോഴും ജോസൂട്ടൻ കരഞ്ഞില്ല. കാരണം ആൺകുട്ടികളെ കൂടി 3 വട്ടം കരയാൻ പാടുള്ളൂ. ജോസൂട്ടൻ സിനിമയിലൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ 50 നോമ്പൊക്കെ കഴിഞ്ഞ് ഈസ്റ്ററൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ 50 നോമ്പ് കഴിഞ്ഞ് ഈസ്റ്ററൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന ടൈമിൽ ജോസൂട്ടൻ ഒരു സിനിമ ട്രൈ ചെയ്തെന്നൊക്കെ വെച്ചിട്ടൊരു കഥ ഡയറക്ടറെ സമീപിച്ചു. ഡയറക്ടറൊക്കെ കഥ കേൾക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഡയറക്ടർ കഥ കേൾക്കാൻ വേണ്ടിയിട്ട് ജോസൂട്ടൻ കഥ പറഞ്ഞു. ഡയറക്ടർ പറഞ്ഞു നീ കഥ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ കഥ എന്ന് പറയുന്നത് നമ്മുടെ നായകൻ ജനിക്കുമ്പോൾ തന്നെ ഭൂമിയിലേക്ക് പ്രകാശം പരത്തിക്കൊണ്ടാണ് വരുന്നത്. ചെറുപ്പത്തിൽ തന്നെ നായകൻ ഭയങ്കര ജ്ഞാനിയും വിദ്യാസമ്പന്നനൊക്കെ ആയിരുന്നു. അങ്ങനെ ഇരിക്കെ ഈ നായകൻ 12-ാം വയസ്സിൽ ചെറുപ്പത്തിൽ നാട് വിട്ടു പോവുകയാണ്. പിന്നെ നായകൻ തിരിച്ചെത്തുന്നത് 30-ാം വയസ്സിലാണ്. പിന്നെയുള്ള നായകൻ്റെ 2 വർഷം നല്ല പ്രവൃത്തികളുകൊണ്ട് നാട്ടുകാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവുകയും ചെയ്തു. പക്ഷേ നായകൻ്റെ കൂട്ടുകാരൻ നായകനെ ചതിക്കുകയാണ്. കൂടുള്ളവരവനെ തള്ളിപ്പറയും. നാട്ടുകാർ മൊത്തം അവന് എതിരാവും. ഇഞ്ചി ചതിക്കണ കഥയ്ക്ക് അവനെ തല്ലി ചതിച്ചിട്ട് ഒരു മലയടിവാരത്ത് കൊണ്ടിടുകയാണ് ജീവശവം കണക്കെ. അപ്പോൾ ഒരു മലയടിവാരത്ത് ഒരു പാറയുടെ അടിയിലാണ് കൊണ്ടിടുക. പക്ഷേ 3-ാം നാൾ ഇവൻ ഉയർത്തെഴുന്നേൽക്കുക. അപ്പോൾ ഒരു കൈ ഇങ്ങനെ പൊന്തി വന്നിട്ട് ഒരു ബ്ലഡിൽ ഇൻ്റർവെൽ എഴുതിയിട്ട് അങ്ങനെയാണ് നമ്മുടെ ഇൻ്റർവൽ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഇൻ്റർവൽ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ ഡയറക്ടർ യേശു ക്രിസ്തുവിൻ്റെ ലൈഫ് സ്റ്റോറി അല്ലേ. അതായത് യേശു ക്രിസ്തു ജനിച്ചപ്പോൾ എന്നെ കിഴക്ക് നക്ഷത്രം ചോദിച്ചു. പിന്നെ ഞാനായിട്ട് വളർന്നു. പിന്നെ രഹസ്യം എന്ന് ചോദിച്ചു. 30-ാം വയസ്സിൽ തിരിച്ചെത്തി. പിന്നെ യൂദാസ് ചതിച്ചു. യേശു ക്രിസ്തുവിൻ്റെ ലൈഫ് സ്റ്റോറി അല്ലേ. അപ്പോൾ സ്റ്റോറി നൈസായിട്ട് ആയിരുന്നെങ്കിലും മേക്കിങ് വ്യത്യാസം ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഈ കലാകാരനല്ല കൊലാകാരൻ എനിക്ക് പോടാവെന്ന് പറഞ്ഞിട്ട് ജോസൂട്ടനെ പറഞ്ഞു വിട്ടു. അങ്ങനെ ജോസൂട്ടൻ ഭയങ്കര സാഡായിട്ട് ജോസൂട്ടൻ വീട്ടിൽ വന്നപ്പോൾ അപ്പം പറഞ്ഞു എടാ വാടാ നമുക്ക് പുറത്ത് പോകാന്ന് പറഞ്ഞിട്ട് അപ്പൻ്റെ അപ്പം ജോസൂട്ടൻ പുറത്ത് പോയി. ഒരു ബേക്കറിയിൽ കയറിയപ്പോൾ ഒരു ഓറഞ്ച് ജ്യൂസും ഷെയ്ക്കും ഓർഡർ ചെയ്തു. അങ്ങനെ ഓറഞ്ച് ജ്യൂസ് വന്നു. ഓറഞ്ച് ജ്യൂസ് വന്ന മാസത്തിൽ തന്നെ ജോസൂട്ടൻ ഒറ്റ വലിയ ജ്യൂസൊക്കെ കുടിച്ചു ചേർത്ത ജോസൂട്ടൻ പരസ്യം അടിയിട്ട് പിഞ്ചു മനസ്സിൽ നൊമ്പരം സപ്ലയറിനെ നോക്കി ഇങ്ങനെ പറഞ്ഞു ഇത് ഓറഞ്ച് ജ്യൂസോ അതോ തട്ടിക്കൂട്ടിയ ജ്യൂസോ. സപ്ലയർ മിസ്റ്റർ എനിക്ക് നിങ്ങളെ മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ അപ്പം പറഞ്ഞു ഒന്നും വിചാരിക്കരുത് തലയ്ക്ക് കുറച്ച് സുഖക്കുറവുള്ള ചെക്കനാന്ന് പറഞ്ഞിട്ട് ജോസൂട്ടനെ ഒരൊറ്റപ്പെടുത്താണ്. അപ്പം എന്ന് പറഞ്ഞത് പണ്ടത്തെ മിസ്റ്റർ തൃശ്ശൂരാണ്. പിന്നെ ഈ വാഴകൃഷിയൊക്കെ അപ്പം ഒറ്റയ്ക്കാണ് നോക്കിയായിരുന്നു എന്നെ കൂടെ. അപ്പനെ ഒരു പിടിച്ച ഒരു പൂച്ചയുടെ പോലെ എടുത്ത് പുറത്തേക്ക് കയറി. ഞാൻ ചെന്ന് കൊണ്ടൊരു മതിലിൻ്റെ മുമ്പിലായിരുന്നു. മതിലിൻ്റെ മുമ്പിൽ അപ്പോൾ ഒരു വാൾ പോസ്റ്റർ ഉണ്ടായിരുന്നു. അതിലൊരു പോസ്റ്ററിൽ ഒരു 12 കൽപ്പനകളും. അപ്പോൾ ഞാൻ വായിച്ചു പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് മാസ്ക് ജെട്ടിയെ പോലെ കരുതി ഉപയോഗിക്കുക. അതാണ് അതിൽ എഴുതിയിരിക്കുന്നത്. 1 പൊതുസ്ഥലത്ത് വെച്ചും മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചും ഇത് ഊരരുത്. കൃത്യമായ ഏരിയ പൂർണ്ണമായും കവർ ചെയ്യണം. കൂടുതൽ ലൂസായതോ ടൈറ്റ് ആയതോ ഉപയോഗിക്കുക ചെയ്യരുത്. കറക്റ്റായ അളവ് വേണം. വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഇത് ധരിച്ചിട്ടുണ്ടോ എന്ന് കൃത്യമായി നോക്കണം. അല്ലെങ്കിൽ അത് ഇഞ്ചുറീസ് ടു ഹെൽത്താണ്. പിന്നെ 5 ഇടയ്ക്കിടയ്ക്ക് വലിച്ച് കയറ്റുകയോ ഇറക്കുകയോ ചെയ്യരുത്. 6 ശുചിയായി സൂക്ഷിക്കണം. 7 ദിനം ഓരോന്ന് മാറ്റി ഉപയോഗിക്കണം. 7 ദിവസം ഒന്നും തന്നെ യൂസ് ചെയ്യരുത്. 8 ഇതാരുടെങ്കിലും മുമ്പിൽ വെച്ച് ഊരിപ്പോയി കഴിഞ്ഞാൽ മാനം പോയിന്ന് തന്നെ കരുതണം. 9 കീറിയതോ തുള വീണതുമായവ ഉപയോഗിക്കുകയും ചെയ്യരുത്. 10 മറ്റുള്ളവർ ഉപയോഗിച്ചത് നമ്മൾ ഉപയോഗിക്കരുത്. നമ്മൾ ഉപയോഗിച്ചത് മറ്റുള്ളവർ ഉപയോഗിക്കുകയും ചെയ്യരുത്. 12ാമത്തെയാണ് പ്രധാനപ്പെട്ട കാര്യം പറയുന്നത്. വള്ളി മാത്രമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യരുത്. പൊളിച്ചെടുക്കുക. ബിക്കോസ് ദാറ്റ് ഈസ് പ്രതിഭാസം. കൺക്ലൂഡ്. താങ്ക്സ്. ശരിക്കും ഒരു ട്രെയിന് വിട്ടതുപോലെ ആയിരുന്നു പെർഫോമൻസ്. താങ്ക് യു. എന്താ ഈ ദാറ്റ് ഈസ് ദ പ്രതിഭാസം എന്ന് പറയുന്ന ഇടയ്ക്ക് ബിക്കോസ് ദാറ്റ് ഈസ് ദ പ്രതിഭാസം. ഇലുമിനാറ്റി പോലെയൊക്കെ. നിങ്ങളുടെ ഇപ്പോൾ 12 കൽപ്പനകൾ പറഞ്ഞല്ലോ. അദ്ദേഹം ഹീറോ ആയിട്ടുള്ള വേറൊരു കഥയാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത് കേട്ടാ. എൻ്റെ ഒരു സുഹൃത്ത് കുളിക്കാനായിട്ട് വീടിൻ്റെ വാതിക്കൽ ഇങ്ങനെ എണ്ണയൊക്കെ തേച്ച് വെറുതെ നിൽക്കുക. വീടിൻ്റെ വാതിൽ കയറിയത് ഇനി ഒന്ന് കുളിക്കാൻ പോകണം എന്നുള്ള അവസ്ഥയിൽ തോർത്ത് കൊണ്ട് കൊടുത്ത് ചെറിയ കൈയുടെ ഇങ്ങനെയുള്ള കറക്കൽ പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പം അപ്പോൾ തന്നെ ആയിട്ട് നമ്മുടെ ഒരു സുഹൃത്ത് വേർത്തം വന്ന് ചോദിച്ച് സുഹൃത്തേ അറിഞ്ഞാ മാധവൻ ചേട്ടൻ മരിച്ചു പോയി വല്ലേ അങ്ങോട്ട് എന്ന് ചോദിച്ചു. മാധവൻ ചേട്ടൻ മരിച്ചാ വാ എന്ന് പറഞ്ഞു. അപ്പം സുജിത്ത് ആലോചിച്ചപ്പം മരിച്ച വീട്ടിൽ പോയിട്ട് വന്നാലും എന്തായാലും ഒന്ന് കുളിക്കണം. അതുകൊണ്ടൊന്ന് മാധവൻ ചേട്ടൻ വീട്ടിലേക്ക് പോയേക്കാം അങ്ങനൊരു തീരുമാനമായി. സുജിത്ത് അപ്പം തന്നെ അഴയെ കിടന്നൊരു ഷർട്ടും അഴയെ കിടന്നൊരു മുണ്ടും എടുത്തു കൊടുത്തിട്ട് ആ ബൈക്കിൻ്റെ പുറകെ കയറി നേരെ മരിച്ച വീട്ടിലോട്ട് പോയി.
പുള്ളി മരിച്ച വീട്ടിലെത്തി. അവിടെ ഇങ്ങനെ എത്തി കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാധവൻ ചേട്ടന് 3 പെമ്മക്കളാണ്. പെമ്മക്കളായതുകൊണ്ട് ഒരിക്കലും കർമ്മം ചെയ്യാൻ പറ്റത്തില്ല. ഈ പെമ്മക്കൾക്ക് ഇതിൻ്റെ കർമ്മം ചെയ്യാൻ പറ്റുമല്ലോ, പരിപാടികൾ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ എന്നെ കരയോക്കാരൊക്കെ അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഇപ്പം മാധവൻ ചേട്ടൻ്റെ കർമ്മം ചെയ്യേണ്ടത് അതിപ്പോൾ ആര് ചെയ്യും എന്നുള്ളതാണെന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ ചർച്ച ചെയ്ത് അതിനിടയിൽ ആരാണ്ട് പറഞ്ഞ് മാധവൻ ചേട്ടൻ്റെ വല്യച്ഛൻ്റെ മോൻ്റെ ഭാര്യയെ കെട്ടിച്ചേക്കണേൻ്റെ അളിയത്തിൻ്റെ മോൻ്റെ നിൽക്കണമാണല്ലോ സുഹിത്ത് ചെയ്യട്ടെ, സുഹിത്തിന് ഇത് ചെയ്യാവുന്ന കേസല്ലേ ഉള്ളൂ എന്നും പറഞ്ഞ് പെട്ടെന്ന് തന്നെ എവിടുന്നാന്ന് അറിയാൻ പാടില്ല ഈ കർമ്മം ചെയ്യാനുള്ള അവകാശം സുജിത്തിൻ്റെ തലയിലോട്ട് നേരെ വന്നു കയറി. സുജിത്താണെങ്കിൽ കുളിക്കാൻ നിന്ന മനുഷ്യനാണ്, വീടിൻ്റെ മുറ്റത്ത് വെറുതെ നിന്ന മനുഷ്യനാണ്. ദാറ്റ് ഈസ് ദ പ്രതിഭാസം. പുള്ളി ജെട്ടിയിട്ടിട്ടില്ലായിരുന്നു. പുള്ളി അപകടം മനസ്സിലാക്കിയ സുഹിത്ത് നേരെ ആ വീട്ടിൽ തന്നെ കയറി ആ വീട്ടിലെ അലമാരയിൽ നിന്ന് കിട്ടിയ ഒരു ജെട്ടി എടുത്തിട്ടു. ഒരു ജെട്ടി എടുത്തിട്ട് നേരെ സുഹിത്തിനെ കിണറ്റുകരയെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് സുഹിത്തിനൊരു തോർത്ത് ഉടുക്കാൻ കൊടുത്ത തോർത്തിൻ്റെ മോൾവശം തമ്മിൽ കെട്ടി താഴ്വശം ഇങ്ങനെ അകന്നിരിക്കും. താഴ്വശമായിട്ട് കെട്ടാൻ പറ്റുന്നില്ല. അത്രയും ചെറിയൊരു തോർത്ത് ഈ സാർക്ക് ഉച്ചകോടിക്കൊക്കെ രാജ്യങ്ങളുടെ പ്രധാനമന്ത്രിമാർ തമ്മിൽ ഷെയ്ക്കാണ്ട് കൊടുക്കൂലേ, അതുപോലെ ഇവിടെ മാത്രം ജസ്റ്റ് ഒന്ന് പിടിച്ച് നിൽക്കുന്നുണ്ട്. ബാക്കി എഴുതിയ പോലെ ഫ്രണ്ടിൽ ഇങ്ങനെ വലിയ അകലമാണ്. നേരെ സുഹിത്തിൻ്റെ തലവഴി 2 തൊട്ടി വെള്ളം കോരിയും കഴിച്ചു. തലവഴി വെള്ളം കോരി ഒഴിച്ചു. നേരെ തോർത്ത് നനഞ്ഞപ്പം അകത്തിരിക്കുന്ന ജെട്ടി തെളിഞ്ഞു. നല്ല പൂക്കളൊക്കെ ഉള്ള കുഞ്ഞൊരു ജെട്ടി. കാരണം എന്താ വെച്ചാൽ ഈ മരിച്ച മാധവൻ ചേട്ടന് 3 പെമ്മക്കളാണല്ലോ. ഇവൻ ആ വീട്ടിൽ തന്നെ കയറിയിട്ട് ഒരു അലമാരയിൽ നിന്ന് ഷഡ്ഡി എടുത്തപ്പോൾ ഏതോ ഒരു പെങ്കൊച്ചിൻ്റെ ഷഡ്ഡിയാണ് പുള്ളി എടുത്തിട്ടേക്കുന്നത്. ആണുങ്ങൾ ഇടുന്ന പോലത്തെ ഷഡ്ഡിയേ അല്ല ഇവനിട്ടേക്കുന്നത്. ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള മറ്റേ ഡാമിൻ്റെ മുകളിൽ നമ്മൾ വൃന്ദാവനത്തിലോട്ട് നോക്കിയാൽ കാണുന്ന ഒരു പൂന്തോട്ടത്തിൻ്റെ വിഷയിലില്ലേ, അതുപോലത്തെ ഒരു ഷഡ്ഡി ഇട്ട് ഇവൻ നിൽക്കും. അപ്പം തന്നെ ആൾക്കാരുടെ പിടി വിട്ടുപോയി. ഇവൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാച്ചിട്ട് ഇങ്ങനത്തെ ഷഡ്ഡി ഇട്ടുകൊണ്ടാണോ കർമ്മം നടത്താൻ വരുന്നത്? ബോഡിക്ക് ചുറ്റും ആൾക്കാർ ചിരിക്കണോ വേണ്ടതെന്ന് ഓർത്തിട്ട് ആകെ കൺഫ്യൂഷനായിട്ട് നിൽക്കുന്നു. ഇതാണ് ഇങ്ങനെ തെളിയുകയും ചെയ്തു. മറ്റൊരു പ്രശ്നം കൂടി ഉടലെടുത്തു. അതെന്താണെന്ന് വെച്ചാൽ ഈ ആണുങ്ങളുടെ അത്ര എലാസ്റ്റിക് ഒന്നും ഇതിനില്ല. പുള്ളി ഈ കുടവും തലയിൽ വെച്ചിട്ട് നടക്കാൻ തുടങ്ങിയപ്പോൾ ഇത് ഊരാൻ തുടങ്ങി തന്നെ. ഫസ്റ്റ് റൗണ്ട് എത്തിയപ്പോൾ ഇത് ഊരി മുട്ട് വരെ എത്തി. പുള്ളി ഇങ്ങനെയായി. സെക്കൻഡ് റൗണ്ട് നടക്കുമ്പോൾ അത് ഊരി ഇവിടം വരെ എത്തി. പുള്ളി ഇങ്ങനെ പോയി. 3ാമത്തെ റൗണ്ട് കിടക്കുമ്പോഴത്തേക്ക് നിലത്ത് 8 എഴുതിയ പോലെ ഇത് ഊരി കിടക്കുകയാണ്. പുള്ളി അതും കവച്ച് വെച്ച് 3ാമത്തെ റൗണ്ട് ഇങ്ങനെ നടക്കുമെന്നു. ബോഡിക്ക് ചുറ്റും ചിരി എന്ന് പറഞ്ഞ ആൾക്കാർ എന്ത് ചെയ്യണം എന്നറിയാണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുമ്പം തിരുമേനി ഈ കുടത്തിലൊരു വെട്ടുകത്തി എടുത്തിട്ട് ഇങ്ങനെ ഒരു കൊത്താനായിട്ട് തിരുമേനി വന്നിട്ട് ചിരിച്ചുകൊണ്ടൊരു കൊത്തിയതാ. കൊത്തവൻ്റെ തലക്കിട്ടുകൊണ്ട് തലയിലാറ് സ്റ്റിച്ചുമായി. അങ്ങനെ വെറുതെ കുളിക്കാൻ നിന്നവൻ്റെ മാനവും പോയി, തലയിലൊരു വെട്ടുപാടുമായി. ഇപ്പോഴും അവൻ തല മുട്ടയടിക്കുവാണെങ്കിൽ ഭണ്ണാരത്തിലൊക്കെ പൈസ ഇടാൻ ഉണ്ടാക്കി വെച്ച പോലത്തെ ഒരു വെട്ടുപാട് അവൻ്റെ തലയുടെ പുറകിൽ നമുക്ക് കാണാൻ സാധിക്കും. ജോസിനെ കാണുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ കുറച്ച് ദേഷ്യം തോന്നുന്നുണ്ട്. വേറൊന്നുമല്ല, എൻ്റെ കൂടെ ഷട്ടിൽ കളിക്കുന്ന ഒരു മിഥുനുണ്ട്. മിഥുൻ്റെ ഒരു ഫേസ് കട്ടാണ് പുള്ളിക്കുള്ളത്. മിഥുൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ മിഥുൻ എൻ്റെ കൂടെ കളിച്ചാലും മിഥുൻ എനിക്കെതിരെ കളിച്ചാലും ഞാൻ തോക്കും. മനസ്സിലായോ? അതായത് എന്നെ തോപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ജന്മം. എനിക്കെതിരെ കളിച്ചാലും പുള്ളി ജയിക്കും, അപ്പോൾ ഞാൻ തോറ്റും. എൻ്റെ കൂടെ നിന്ന് കളിച്ചാലും ഞാൻ തോക്കും. അത് അങ്ങനത്തെ ഒരു അലപ്പി ലഭ്യശ്രീ എന്ന് പറയുന്ന ഒരു ജാതകമാണ്. പുള്ളിക്ക് മാത്രമേ കിട്ടുള്ളൂ, എല്ലാവർക്കും അതില്ല. പക്ഷേ എനിക്ക് വേറൊരു പ്രത്യേകത ജോസ് അവതരിപ്പിച്ച പരിപാടിയിൽ തോന്നുന്നില്ല. കുറച്ചൊരു നമ്മൾ അങ്ങനെ കേട്ട് പരിചയമില്ലാത്ത രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. ഒരു കുറച്ചുകൂടെ ഒരു സോക്കോൾ നമ്മളൊരു ക്ലീഷ വാക്കാണെങ്കിലും ഒരു ന്യൂജൻ ഫീല് ചിലപ്പോൾ നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ അതൊരു വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നി. ഞാൻ ശരിക്കും ആസ്വദിച്ചു. ഇപ്പോൾ കൂട്ടുകാരൻ്റെ പേരുള്ളത് കൊണ്ടാണല്ലോ ഉൾക്കൊള്ളാൻ പറ്റാത്തത്. അതുപോലെ തന്നെ പേരൊക്കെ ചിലർക്ക് പല രീതിയിൽ വലിയ ഇമോഷൻ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഒരു ദിവസം ഒരു വീട്ടിൽ കള്ളം കയറിയിട്ട് ആ വീട്ടിലെ ചേട്ടനെയും ചേച്ചിയും കൂടെ ഒരു കസേരയിൽ വരിഞ്ഞ് കെട്ടിയിട്ടു. കള്ളം കയറി അവർ കാണേ തന്നെ അലമാര തുറന്നിട്ട് പുള്ളി ചോദിക്കും ഇതിലെവിടെ താക്കോൽ എവിടെ ഇരിക്കണമെന്നൊക്കെ പുള്ളി പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഇതെല്ലാം എടുത്തു. അപ്പം ചെറിയാൻ എന്നാണ് ഈ കെട്ടിയിട്ട ഹസ്ബൻഡിൻ്റെ പേര്. ഭാര്യയുടെ പേര് എലിസബത്ത് എന്നാണ്. അവിടെ ഉള്ളതാണ്. ഈ കള്ളനെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങളിനി എനിക്കത് വലിയ സംഭവം, ഞാൻ തമാശ അവർ പേടിച്ചരണ്ടിട്ട് 2 പേരും. കാരണം കള്ളൻ്റെ തോക്കാണ് ഇരിക്കുന്നത്, മുഖം മറച്ചിട്ടുണ്ട്, കള്ളൻ്റെ മുഖം കാണാൻ പറ്റുന്നില്ല. ഇവർ മരണം മുന്നിൽ കണ്ട് വലിയ ഭയത്തോടു കൂടി അവിടെ ഇരിക്കുകയാണ്. കള്ളൻ എല്ലാ സാധനവും മോട്ടിച്ചിട്ട് പറഞ്ഞു. കാരണം ഇവരെ കൊല്ലാതിരുന്നത് ഇത് എവിടെയാണ് എന്തൊക്കെയാണെന്ന് ഇവരെ കൊണ്ട് പറയിക്കാൻ വേണ്ടിയിട്ടാണ്. ഭയപ്പെടുത്തി ഇത് മുഴുവൻ പറഞ്ഞ് എല്ലാം അറിഞ്ഞ ശേഷം കള്ളൻ പറഞ്ഞു നിങ്ങൾ ഒരു തെളിവിന് പോലും നിങ്ങളിവിടെ ജീവിച്ചിരിക്കുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. ഞാൻ നിങ്ങളെ 2 പേരെയും കൊന്നിട്ടേ പോകാൻ പറ്റുള്ളൂ, എന്നോട് പൊറുക്കണം എന്നും പറഞ്ഞിട്ട് പുള്ളി തോക്കെടുത്തിട്ട് ഇങ്ങനെ ചൂണ്ടിയിട്ട് ആ സ്ത്രീയോട് എന്താ പേരെന്ന് ചോദിച്ചു. ഉടനെ പറഞ്ഞു എലിസബത്ത് എന്ന് പറഞ്ഞു. ഉടനെ കള്ളൻ 1 സെക്കൻഡ് നിന്നിട്ട് തോക്ക് പതുക്കെ താത്തി പറഞ്ഞു നിങ്ങളെ എനിക്ക് കൊല്ലാൻ പറ്റില്ല. എന്നാൽ അവർ ചോദിച്ചു എന്താന്ന് ചോദിച്ചു. എൻ്റെ മരിച്ചുപോയ അമ്മയുടെ പേരാണ് എലിസബത്ത്.
നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ട് എൻ്റെ അമ്മയുടെ പേരാണ്, അതുകൊണ്ട് നിങ്ങളെ എനിക്ക് കൊല്ലാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നേരെ ചെറിയാൻ ചേട്ടനോട് ചോദിച്ചു, നിങ്ങളുടെ പേരെന്താ? ചുണ്ട പുള്ളി പറയാ, ചെറിയാൻ പള്ളിയിലിട്ട പേര് എലിസബത്ത് എന്നാണ്. പേരിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് ഒരു സുഹൃത്തുണ്ട്, അനിൽ എന്നാണ് പേര്. ഈ അനിൽ എന്നുള്ള പേര് വളരെ കോമൺ ആണ്. എനിക്ക് ആലപ്പുഴയിൽ തന്നെ 3-4 അനിൽമാരുണ്ട്, ഒരേ പേരുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ ഈ നായകനായിട്ടുള്ള പ്രധാന കഥാപാത്രം അനിൽ എന്നുള്ളത് മൊഹമ്മയിലെ അനിലാണ്. മൊഹമ്മ എന്ന് പറഞ്ഞ ആലപ്പുഴ ഒരു സ്ഥലമാണ്, അവിടെയാണ് ഈ അനിൽ താമസിക്കുന്നത്. വേറൊരു അനിൽ ആലപ്പുഴയിലുണ്ട്, പക്ക പ്രോപ്പർ ആലപ്പുഴക്കാരനാണ് അനിൽ. അപ്പോൾ ഒരു ദിവസം ഈ ആലപ്പുഴക്കാരൻ അനിൽ മൊഹമ്മയിലെ അനിലിനെ വിളിച്ചു. ഞാൻ ആലപ്പുഴക്കാരൻ, ഇത് മൊഹമ്മയിലെ അനിലാന്ന് ചോദിച്ചു. ആലപ്പുഴയിലെ അനിൽ വിളിച്ചിട്ട് ഹലോ അനിലേ എന്ന് വിളിച്ചു. അപ്പോൾ മറ്റേ അനിലെടുത്തിട്ട് അനിലാണ്, ഇതാരാ? അപ്പം ആലപ്പുഴക്കാരൻ അനിൽ പറഞ്ഞു ഞാൻ അനിലാന്ന് പറഞ്ഞു. അപ്പം മൊഹമ്മയിലെ അനിൽ ചോദിച്ചു, ആലപ്പുഴയിലെ അനിലാണോ മൊഹമ്മയിലെ അനിലാണോ എന്ന് ഇവൻ തന്നെ ചോദിച്ചു. അതിൻ്റെ ലോജിക്ക് ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല, എന്തിനാണ് അവൻ അങ്ങനെ തന്നെ ചോദിച്ചതെന്ന്. പണ്ടേ എൻ്റെ ഒരു കൂട്ടുകാരനോട് ഞാൻ ചോദിച്ചു, ഈ ദൈവത്തിൻ്റെ വികൃതികൾ രഘുവരൻ മരിക്കുന്നതിന് മുമ്പ് ചെയ്ത പടമാണോ മരിച്ചു കഴിഞ്ഞ് ചെയ്ത പടമാണോ ചോദിച്ചാൽ പിള്ളേർ മരിക്കുന്നതിന് മുമ്പാന്ന്. ഇപ്പോൾ ഈ പേര് പറഞ്ഞല്ലോ, പേര് പറയുന്നതിൻ്റെ ഏറ്റവും പുതുമയുള്ളൊരു പേര് പറച്ചിൽ ഞാൻ കേട്ടത് എൻ്റെ ഒരു കൂട്ടുകാരൻ പേര് പറഞ്ഞുകൊണ്ട് തുമ്മെന്ന്. ഞാൻ നോക്കുമ്പോൾ ബസ് സ്റ്റോപ്പിൽ വന്നിട്ട് പ്രകാശ് പ്രകാശ് എന്നും പറഞ്ഞിട്ട് പേര് പറഞ്ഞുകൊണ്ട് തുമ്മുക. അതെന്തിനാ അങ്ങനെ തുമ്മുന്നതെന്ന് ഒരു പിടുത്തമില്ല ഉള്ളേ. പേര് കാരണം എനിക്ക് ചിലവ് കൂടിയിട്ടുള്ളൊരു കാര്യമാണ്. ഈ അനിൽ തന്നെയാണ് കഥാപാത്രം, ഈ അനിൽ തന്നെ പേര്. അപ്പോൾ പണ്ട് നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ വാട്സപ്പില്ല, മൊബൈലില്ല, അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ കാർഡുകളാണ് നമ്മൾ അയക്കുന്നത്, വിശേഷ അവസരങ്ങൾ. ഇപ്പോൾ ബർത്ത്ഡേ കാർഡ് അല്ലെങ്കിൽ ക്രിസ്മസ് കാർഡുകൾ അങ്ങനെ ഇങ്ങനെയൊക്കെ. അപ്പോൾ പ്രാവശ്യം എനിക്ക് ഒരു ക്രിസ്മസ് കാർഡ് കിട്ടി, ക്രിസ്മസ് വിഷസൊക്കെ പറഞ്ഞിട്ട് അനിലിന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഞാൻ പെട്ടു, കാരണം ഇത് ഏത് അനിലാണെന്നൊന്നും എനിക്ക് പെടുത്തുമല്ല. 12 അനിൽമാർക്കാണ് ഞാൻ കാർഡ് മേടിച്ച് അയക്കേണ്ടി വന്നത്. ഈ ഒറ്റ അലവലാതിയാണ്. വലിയൊരു അവാർഡ് നൈറ്റ് നടക്കുകയാണ്. അപ്പം ലാലേട്ടൻ്റെ ഷോ ആണ്. ലാലേട്ടൻ്റെ ഷോ എന്ന് പറഞ്ഞാൽ പുലിമുരുകൻ്റെ ഫൈറ്റ് ലാലേട്ടൻ സ്റ്റേജ് ചെയ്യുകയാണ്. കഴുത്തെ തൂങ്ങി നിലത്തൂത്തി അടിച്ച് ലൈവ് ചെയ്യുകയാണ്. ഞാൻ അതിൻ്റെ എഴുത്തുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ട്. അത് ആ ഫൈറ്റ് വരെ എത്തിക്കേണ്ട കഥയൊക്കെ ഞാനാണ് എഴുതുന്നത്. അപ്പോൾ ലാലേട്ടൻ കണ്ടീഷൻ പറഞ്ഞു, പീറ്റർ ഹെയ്ൻ തന്നെ ചെയ്യണം മോനെ, ഇത് മേക്ക് നമ്മൾ സിനിമ ചെയ്യുന്ന പോലെയല്ല, സ്റ്റേജിൽ അത്ര പേരുടെ മുന്നിൽ നിന്ന് നമ്മൾ എടുക്കുന്ന റിസ്ക് വലുതാണ്, ഒന്ന് സ്കിഡ് ചെയ്താൽ തീർന്നില്ലേ, ആരും നമ്മുടെ ശ്രമത്തെപ്പറ്റി പറയില്ല, വീണതിനെ പറ്റിയേ പിന്നെ പറയുള്ളൂ എന്നൊക്കെ പറഞ്ഞെങ്കിലും അദ്ദേഹം ആയതുകൊണ്ട് ആ റിസ്ക് അദ്ദേഹം ഏറ്റെടുക്കുകയാണ്. ലാലേട്ടൻ സ്റ്റേജിൽ ആ ഫൈറ്റ് പെർഫോം ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഉദ്ദേശിച്ചത് ഒരു വലിയ ക്രെയിൻ വെച്ചിട്ടുണ്ട് ബാക്കിൽ. അത് ഹൈദരാബാദിൽ നിങ്ങാണ്ട് റോഡ് വഴി ഓടിച്ചുകൊണ്ട് വന്നത്. അവാർഡ് നൈറ്റ് ഫിക്സ് ചെയ്യുന്നതിന് 1 മാസം മുമ്പ് ഓടിച്ചു തുടങ്ങി. കാരണം ഇത് പകലിറക്കിയ പോലീസ് പിടിക്കും. പിന്നെ 3 പേര് കോലുമായിട്ട് നടക്കുക ലൈൻ കമ്പി പൊക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇത് ഹൈദരാബാദിൽ നിന്ന് ഓടിച്ച് ഇവിടം വരെ കൊണ്ടുവരുള്ളൂ. അപ്പോൾ ഈ ക്രെയിൻ കൊണ്ടുവന്ന് വെച്ചിട്ട് ഈ ക്രെയിനിൽ നിന്നും ഒരു വള്ളി കെട്ടിയിട്ടുണ്ട് സ്റ്റേജിലോട്ട്. ഈ വള്ളിയിൽ ലാലേട്ടൻ ഇങ്ങനെ തൂങ്ങി വന്ന് സ്റ്റേജിൽ വന്നൊരു കല്ലിൻ്റെ പുറകിലോട്ട് പോയിട്ട് അവിടെ നിന്ന് വരണം. അങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. പക്ഷെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവാർഡ് നൈറ്റ് ഒരു 6 മണിക്ക് തുടങ്ങിയാൽ 9 മണിക്കാണ് ഈ ആക്ട്. അപ്പോൾ ഇത് പെർഫോം ചെയ്യാൻ വേണ്ടി ലാലേട്ടൻ ഇത് ചെയ്യാൻ റെഡിയാണ്. പക്ഷേ അദ്ദേഹത്തെ നടത്തി കൊണ്ടുവന്നിട്ട് ഈ ക്രെയിനിൻ്റെ മുകളിൽ 9 മണി വരെ 6 മണി തൊട്ട് 9 മണി വരെ കയറ്റി ഇരുത്തുക എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ അല്ലാത്തതുകൊണ്ട് പീറ്റർ ഹെയ്ൻ പറഞ്ഞു, നമുക്ക് അതൊരു ഡ്യൂപ്പിനെ വെക്കാം. ഒന്ന് ഇരുട്ടാണ്, സ്പീഡിൽ ഇങ്ങനെ തൂങ്ങി വന്ന് ഇങ്ങോട്ട് പോകും, സ്റ്റേജിലെത്തുമ്പോഴത്തേക്ക് ലാലേട്ടൻ വന്നാൽ മതി എന്ന് പറഞ്ഞു. ഫിക്സ് ചെയ്തു. പീറ്റർ ഹെയ്ൻ വിളിച്ച് ചാനലിലെ ആൾക്കാരോട് പറഞ്ഞു, മോഹൻലാൽ സാറിനൊരു ഡ്യൂപ്പ് വേണം എന്ന് പറഞ്ഞു. ചാനലുകാർ അത് അറേഞ്ച് ചെയ്തു. അങ്ങനെ അവാർഡ് നൈറ്റിൻ്റെ ഉച്ചയ്ക്ക് ഞാനൊക്കെ എത്തി. പീറ്റർ ഹെയ്ൻ വന്നിട്ട് ഈ ഡ്യൂപ്പിനെ കണ്ടിട്ട് പുള്ളിയുടെ ഒരു പ്രത്യേക ഭാഷയ്ക്ക് ലാൽ സാറിനെ പോലെ തന്നെ ഇരിക്കുന്നത്, ഇത് കറക്റ്റ് ലാൽ സാറാണ്, എങ്ങനെ ഡ്യൂപ്പിനെ കിട്ടുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവന്നു. ഡ്യൂപ്പിനെ കിട്ടുന്ന ഒരു ചെറിയ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഇതിനിടയിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതായത് പീറ്റർ ഹെയ്ൻ്റെ ഭാഷയിൽ ഡ്യൂപ്പ് എന്ന് പറഞ്ഞാൽ ഫൈറ്റിൻ്റെ ഡ്യൂപ്പാണ്. ചാനലിൽ വിളിച്ചിട്ട് ലാലേട്ടൻ്റെ ഡ്യൂപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റേജിൽ കൂളിംഗ് ഗ്ലാസും വെച്ചിട്ട് എന്താ മോളെ എന്ന് പറയുന്നത് ഈ മിമിക്രിയുടെ ഡ്യൂപ്പാ. അപ്പോൾ ചാനലുകാർ അറേഞ്ച് ചെയ്ത് നിർത്തിയേക്കുന്നത് മിമിക്രി ഡ്യൂപ്പിനെയാണ്. മിമിക്രി ഡ്യൂപ്പിനെ കണ്ടിട്ട് പീറ്റർ ഹെയ്ൻ യെസ് ആർ യു റെഡി കോൺഫിഡൻറ്റ് എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇവൻ 10 വർഷമായിട്ട് ചെയ്യണമല്ലേ, ഇവന് വല്ല വംശമുണ്ട്, ഇവൻ കോൺഫിഡൻസ്, ഇവനോർത്ത് ലാലേട്ടൻ്റെ ഫിഗർ ചെയ്യാൻ ഇവനെ കോൺഫിഡൻറ്റ് എന്നൊക്കെ പറഞ്ഞ് ഇവൻ നിർത്തി കഴിഞ്ഞിട്ട് ഇവൻ്റെ അരയിലൊരു കൊളുത്തിട്ടു, ഇവിടെ ഒരു കൊളുത്തിട്ടു, മുട്ടിലൊരു കൊളുത്തിട്ടു, ഇവിടെ ഒരു കൊളുത്തിട്ടു, 4-5 കൊളുത്തിട്ടപ്പോൾ ഇവൻ ഇത്ര കൊളുത്തിട്ടപ്പോൾ ഇവൻ ചോദിച്ചു ഇതെന്തിനാ ഇത്രയും കൊളുത്തിടണമെന്ന് ചോദിച്ചപ്പോഴാണ് ഈ ക്രെയിൻ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞ് 200 അടി ക്രെയിനിൻ്റെ മേളിൽ 5 മണിക്ക് കയറിയിരിക്കണം.
9 മണിക്ക് വള്ളി തൂങ്ങിയ ഒരു വരവുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇവനെ വിളിച്ച കൂട്ടത്തിൽ ഞാനും ഉണ്ട്. ഇവൻ ഒരു നോട്ടർ നോക്കി തന്നെ ഇത് എന്നോട് പറഞ്ഞില്ലോ എന്നുള്ള പോലെ. ഇവൻ പറഞ്ഞു സാർ എന്താ കൊടുത്ത് ഒന്ന് ഊരി ഒരു അൺകംഫർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കൊളുത്തൊക്കെ ഊരി. പിന്നെ ഞാൻ കാണുന്നത് ഇവനൊരു മരച്ചോട്ട് ചെന്നിട്ട് മൊബൈൽ ഓണാക്കിയിട്ട് ഭാര്യയുടെ മോൻ്റെയും ഫോട്ടോ ഇങ്ങനെ സൂം ചെയ്ത് നോക്കും, ചെറുതാക്കും, സൂം ചെയ്ത് നോക്കും, ചെറുതാക്കും. പിന്നെ ഇവൻ ഫോൺ ഓഫ് ചെയ്ത് പോയിട്ട് ഇതുവരെ ഫോൺ എടുത്തിട്ടില്ല. അന്നത്തെ ദിവസം ആ ആക്ടിങ് ചെയ്തിട്ടില്ല. ഇന്നും ആ അവാർഡ് നൈറ്റ് യൂട്യൂബിൽ നോക്കിയ ഒരു ക്രെയിൻ ആൾക്കാരുടെ മേളിൽ ചുമ്മാ ഇങ്ങനെ നിൽക്കണതാണ്. അത് ഉപയോഗിക്കാനേ പറ്റിയിട്ടില്ല. ഒരുപാട് ചിരി നിറഞ്ഞൊരു എപ്പിസോഡായിരുന്നു. ആൻഡ് അലോങ് വിത്ത് ദാറ്റ് വി ഹാഡ് എ ലവ്ലി പ്രസൻസ് ഓഫ് ചാക്കോച്ചൻ. അപ്പോൾ എന്തായാലും ഗംഭീരമായ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു മനോഹരമായ എപ്പിസോഡായിട്ട് വീണ്ടും കാണാം. അൻറ്റിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ഫൺസ് അപ്പോൺ എ ടൈം.